എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വരുന്നത് നമുക്ക് ഹെയർ കട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ വരുന്ന സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വൺ ലെങ്ത് വരുന്നുണ്ട്, യു കട്ട് വരുന്നുണ്ട്, ലെയർ വരുന്നുണ്ട്, ഫെദർ കട്ട് വരുന്നുണ്ട്, ബോബ് കട്ട് വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഹെയർ കട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം വൺ ലെങ്ത് കട്ട് ചെയ്യുന്ന സമയത്തുള്ള സെക്ഷനും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വൺ ലെങ്ത് കട്ട് ചെയ്യാനായിട്ട് വേണ്ട സെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ പ്രൊഫൈൽ സെക്ഷൻ ആണ്. പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സെന്റർ പാർട്ടീഷൻ എന്നും സീമന്തരേഖ എന്നൊക്കെ പറയും. അതായത് നമുക്ക് നോസിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിനെയാണ് പ്രൊഫൈൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഇവിടെ പ്രൊഫൈൽ സെക്ഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഡെമ്മിയിലാവുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈൻ കിട്ടൂല, പക്ഷെ റിയൽ ഹെയറിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈൻ കിട്ടും. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം പ്രോപ്പർ ആയിട്ട് ലൈൻ അനുസരിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് റേഡിയൽ സെക്ഷൻ ആണ്. റേഡിയൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോരുത്തരുടെ സ്കാൽപ്പ് അനുസരിച്ചിട്ടിരിക്കും. അല്ല എങ്കിൽ നമുക്ക് ഈ കോമ്പിന്റെ അളവ് വെച്ചിട്ടും എടുക്കാം. ഈ ഭാഗം മുതൽ ഇത് എൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെയുള്ള അളവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളെ പ്രൊഫൈൽ എടുത്തു, റേഡിയൽ എടുത്തു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ സെക്ഷൻ ആണ്. ഹൊറിസോണ്ടൽ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ എൻഡിന്റെ അവിടെ നിന്നും ഈ ഭാഗത്തുള്ള എൻഡിന്റെ അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ എടുക്കാം. നമുക്ക് എല്ലാ ഹെയർ കട്ടിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇനി ഈ ഹൊറിസോണ്ടൽ സെക്ഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് വൺ ലെങ്ത് എങ്ങനെ കട്ട് ചെയ്യുവാണെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെക്ഷൻ ആണ്. പ്രൊഫൈല്, റേഡിയല്, ഹൊറിസോണ്ടല്, വർക്ക് ഏരിയ. ഇനി നമ്മൾ ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡ് ലൈനും കിട്ടില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് സെന്റർ പാർട്ടീഷൻ എടുക്കാം. ഈ സെന്റർ പാർട്ടീഷൻ ആണ് നമുക്ക് ഗൈഡ് ലൈൻ വരുന്നത്. ബാക്കി രണ്ട് ഹെയർ നമുക്ക് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ പല്ല് അടുപ്പമുള്ള ഭാഗം വെച്ചിട്ട് വേണം കോംബ് ചെയ്യാനായിട്ട്, എങ്കിലേ നമുക്ക് എല്ലാ ഹെയറും ഒരുപോലെ കോംബ് ചെയ്ത് കിട്ടുള്ളൂ. നമ്മള് വൺ ലെങ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0 ഡിഗ്രിയിലാണ് മുഴുവൻ ഹെയറും കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ഹെയറിനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതിനെയാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുകളിലോട്ട്, അതായത് മുകളിലോട്ടൊക്കെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഡിഗ്രി മാറും. ഡിഗ്രി മാറുന്ന സമയത്ത് നമുക്ക് ഹെയർ കട്ട് ചെയ്തിടുമ്പോഴത്തേക്കും അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 ഡിഗ്രി തന്നെ പ്രോപ്പർ ആയിട്ട് പിടിക്കാം. കോംബ് ചെയ്യുന്നതിന്റെ ബാക്കിലേക്കൂടെ തന്നെ നമ്മൾ ഫിംഗർ കൂടി ഹോൾഡ് ചെയ്ത് വരണം, ഇല്ല എങ്കിൽ ഹെയർ ലൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ 0 ഡിഗ്രി പിടിച്ചതിന് ശേഷം കൈ നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് വെക്കും. ഈ കൈനെ നമ്മൾ മുകളിലോട്ട് പൊക്കി നമുക്ക് ഹെയർ കട്ട് ചെയ്യാം, പക്ഷെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫിംഗർ ലൂസ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഹെയർ നമുക്ക് ലൂസ് ആവും. കട്ട് ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെയിറ്റ് കട്ട് തന്നെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഗൈഡ് ലൈൻ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കി ഹെയർ കൂടി കട്ട് ചെയ്യാം. ബാക്കി ഹെയർ കട്ട് ചെയ്യുന്ന സമയത്തും കുറേശ്ശെ ഹെയർ എടുത്തതിന് ശേഷം
ഈ നമ്മൾ എടുക്കുന്ന ഹെയറിന്റെ തൊട്ടടുത്തുള്ള ഹെയർ ആണ് നമുക്ക് ഗൈഡ് ലൈൻ വരുന്നത്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് 0° കോംബ് ചെയ്ത് ഗൈഡ് ലൈൻ കിട്ടുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഗൈഡ് ലൈൻ എന്ത് ചെയ്യാൻ പാടില്ല, കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഈ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വർക്ക് ഏരിയ കംപ്ലീറ്റ് നമ്മൾ 0° കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് ഹൊറിസോണ്ടൽ കട്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ കട്ട് ചെയ്യുന്ന സമയത്തും ഹെയർ നന്നായിട്ട് ആദ്യം വെറ്റ് ചെയ്യണം. ഹൊറിസോണ്ടൽ നമ്മളിപ്പം ഈ ഹെയർ മുഴുവനായിട്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പൊ റിയൽ ഹെയർ ഒക്കെ ആവുന്ന സമയത്ത് ഈ ഭാഗത്തിന് ഉള്ളു കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് പിടിക്കാനും പിന്നെ സിസർ ഒന്നും കയറില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഹൊറിസോണ്ടലിനെ രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ കോംബ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഹൊറിസോണ്ടലിലെ ഹെയറും ബാക്കിലോട്ട് തന്നെ കോംബ് ചെയ്ത് 0° തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് ഹെയർ കുറച്ച് എടുക്കുന്നുണ്ട് ഗൈഡ് ലൈൻ ആയിട്ട്. എടുത്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് 0° പിടിക്കുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് ഹെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഹെയർ നമുക്ക് അധികമായിട്ട് നിൽക്കുന്ന ഹെയറിനെ മാത്രം എന്ത് ചെയ്താൽ മതി, ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എല്ലാ ഹെയറും കട്ട് ചെയ്യേണ്ടത് 0° തന്നെയാണ്, ഡിഗ്രി മാറിപ്പോകരുത്. പിന്നെ അതുപോലെ തന്നെ കോംബ് ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ ഗ്രോത്തിന്റെ ഡയറക്ഷനിലോട്ട് തന്നെ കോംബ് ചെയ്യുക. അതായത് നമുക്ക് ഈ സൈഡിലോട്ടുള്ള ഹെയർ ഒന്നും നമുക്ക് ബാക്കിലോട്ട് കൊണ്ട് ഇങ്ങനെ കോംബ് ചെയ്യേണ്ട. ആ ഹെയർ ഗ്രോത്തിന്റെ സെയിം ഡയറക്ഷനിൽ 0° കോംബ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഇനി ഹൊറിസോണ്ടലിലെ ബാക്കി ഹെയർ കൂടി എടുക്കാം. അത് നമ്മളെ ഹെയർ ഗ്രോത്തിന്റെ ഡയറക്ഷനിലോട്ട് തന്നെ കോംബ് ചെയ്ത് 0°യിൽ പിടിച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇപ്പൊ ഡെമ്മിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഹൊറിസോണ്ടലിലെ ഹെയർ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഈ 1, 2, 3 ഹെയർ ഒക്കെ കിട്ടുള്ളൂ. ആ ഹെയറിനെ മാത്രം എന്ത് ചെയ്താൽ മതി, ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഈ വശത്തുള്ള ഹെയർ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ഭാഗം മുഴുവനും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് റേഡിയൽ സെക്ഷൻ കട്ട് ചെയ്യാം. റേഡിയൽ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആദ്യം ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്യണം. ഹെയർ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റേഡിയൽ സെക്ഷന് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം മുഴുവൻ ഹെയർ ഇടുന്ന സമയത്ത് മേ ബി ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കൽ ആയിട്ട് തന്നെ ചെറിയ സെക്ഷൻസ് എടുത്ത് കട്ട് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് ചെറിയ സെക്ഷൻസ് എടുത്ത് കട്ട് ചെയ്ത് കാണും. എടുത്തു, ബാക്കി ഹെയറിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. നമ്മളിപ്പം ഇവിടുന്ന് സെക്ഷൻ എടുത്തതുപോലെ ഹൊറിസോണ്ടൽ ഭാഗത്തു നിന്നും കുറച്ച് ഹെയർ വെർട്ടിക്കൽ ആയിട്ട് എടുത്തതിന് ശേഷം 0°യിൽ കോംബ് ചെയ്ത് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ റേഡിയൽ സെക്ഷന്റെ ഭാഗത്തുള്ള എല്ലാ ഹെയറും വെർട്ടിക്കലായിട്ട് സെക്ഷൻ എടുത്ത് 0°യിൽ കോംബ് ചെയ്ത് കട്ട് ചെയ്യും. നമുക്ക് ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ
ഹെയർ നമുക്ക് വെർട്ടിക്കലായിട്ട് സെക്ഷൻ എടുത്ത് 0 ഡിഗ്രിയിൽ കോംബ് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മുഴുവൻ ഹെയറും നമ്മൾ 0 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുഴുവൻ ഹെയർ 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രെയിറ്റ് കട്ട് അല്ല എങ്കിൽ നമ്മള് വൺ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ ഇതുപോലൊരു ഡെമ്മി വാങ്ങിച്ച് പ്രോപ്പർ ആയിട്ട് സെക്ഷൻ എടുത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കട്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ അതിനായിട്ട് ഡെമ്മി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇല്ല, ഡയറക്റ്റ് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റും വന്ന് പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അടുത്ത് നമുക്ക് യു കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ യു കട്ടിന് നമുക്ക് നേരത്തെ എടുത്ത സെയിം സെക്ഷൻ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് സെക്ഷൻ എടുക്കാം. യു കട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ വൺ ലെങ്തിലെ സെയിം സെക്ഷൻസ് ആണ്. അപ്പം യു കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0 ഡിഗ്രി 1 ഇഞ്ച് ട്രാവൽ ചെയ്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സെന്ററിൽ നിന്ന് സെക്ഷൻ എടുത്ത് നമ്മൾ ആദ്യം 0 ഡിഗ്രി കട്ട് ചെയ്യും. ബാക്കി റൈറ്റിലെയും ലെഫ്റ്റിലെയും ഹെയർ നമ്മൾ 1 ഇഞ്ച് ട്രാവൽ ചെയ്താണ് കട്ട് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യുവിന്റെ ഡയറക്ഷനിലോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടതും കൈ ഹോൾഡ് ചെയ്യേണ്ടതും. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക, സെന്ററിൽ നിന്ന് സെക്ഷൻ എടുക്കുക. ബാക്കി 2 സെക്ഷനിലെ ഹെയറും മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഹെയർ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ടേ. കോംബ് ചെയ്ത് ഫിംഗർ വെച്ച് ഹോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് കയറ്റി നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ആ ഫസ്റ്റത്തെ ഗൈഡ് ലൈൻ നമ്മൾ കട്ട് ചെയ്യുന്നത് 0 ഡിഗ്രി സ്ട്രെയിറ്റ് കട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യാം. റൈറ്റ് സൈഡിലെ ഹെയറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹെയർ എടുത്താൽ മതി. ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്തും യുവിന്റെ ഡയറക്ഷനിൽ, കാരണം ഒരു യു എഴുതുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് തന്നെ കോംബും ചെയ്യുക, ഫിംഗർ ഹോൾഡ് ചെയ്യുക. 1 ഇഞ്ച് ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം ഈ ഒരു കോംബിന്റെ അവിടെ നിന്ന് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ 1 ഇഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് യുവിന്റെ ഡയറക്ഷനിൽ കൈ ഹോൾഡ് ചെയ്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ കട്ട് ചെയ്യാൻ്റെ തൊട്ടടുത്തുള്ളതാണ് നമ്മുടെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്യുന്നതിന്റെ ഈ തൊട്ടടുത്തുള്ള ഈ എത്ര ഹെയർ ആണ് നമ്മുടെ ഗൈഡ് ലൈൻ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ വർക്ക് ഏരിയയിലെ മുഴുവൻ ഹെയറും 0 ഡിഗ്രി 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 0 ഡിഗ്രി തന്നെ ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ അത് 45 ഡിഗ്രി ആവും. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഹെയർ വിടുമ്പോഴത്തേക്കും ഈ ഭാഗത്തുള്ള ഹെയർ ലൂസ് ആയിട്ട് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് 0 ഡിഗ്രി തന്നെ എന്ത് ചെയ്യുക, പിടിക്കുക. ഇനി നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവിടെ കൂടിയും ഇവിടെ കുറഞ്ഞു ഇരിക്കും. ആ സമയത്ത് ഇത് കറക്ഷൻ ചെയ്യരുത്. കാരണം നമ്മൾ 1 ഇഞ്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹെയറിന്റെ 1 ഇഞ്ച് ട്രാവലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഡയറക്ഷനിൽ വരില്ല. കാരണം നമുക്ക് ഈ തൊട്ടടുത്തുള്ള കുറച്ച് ഹെയർ മാത്രമേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഏറ്റക്കുറച്ചിൽ വരുന്നത്. ഇതിനെ ഒരിക്കലും വീണ്ടും റീകറക്ഷൻ ചെയ്യരുത്. ഇനി അടുത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യുവിന്റെ ഡയറക്ഷനിലോട്ട് കൈ ഹോൾഡ് ചെയ്യുക. 1 ഇഞ്ച് ട്രാവൽ ചെയ്തു, 0 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്തു, കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ
ഹൊറിസോണ്ടൽ സെക്ഷനും നമുക്ക് 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം ഹൊറിസോണ്ടലിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ വെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നേരത്തെ എടുത്ത പോലെ തന്നെ നമ്മൾ കുറച്ച് വെർട്ടിക്കലായിട്ട് സെക്ഷൻ എടുത്തു, അടിയിൽ നിന്ന് കുറച്ച് ഗൈഡ് ലൈൻ എടുത്തു. ഇനി ഇതും നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, കോംബ് ചെയ്ത് യുവിന്റെ ഡയറക്ഷനിൽ കൈ ഹോൾഡ് ചെയ്യുക. നമുക്ക് അടിയിൽ ഗെയ് ലൈൻ നിപ്പുണ്ട്, ഗെയ് ലൈൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇവിടെയും ഈ അധികമായിട്ട് ഈ നിൽക്കുന്ന ഹെയറിന് മാത്രം എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. ഹൊറിസോണ്ടലിന്റെ ബാക്കി ഹെയർ കൂടി എടുക്കാം. ഈ ഹെയറും സെയിം തന്നെയാണ്, 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഹെയറും കട്ട് ചെയ്യാം. നമുക്ക് ഹൊറിസോണ്ടൽ ഭാഗത്തെ 2 ഹെയർ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പ്രൊഫൈൽ സെക്ഷനിലെ ഹെയർ കട്ട് ചെയ്യാം.
പ്രൊഫൈൽ സെക്ഷൻ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് കുറച്ച് സെക്ഷൻ എടുത്ത് ഹൊറിസോണ്ടൽ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് കുറച്ച് ഹെയർ എടുക്കണം. നമുക്ക് ഗൈഡ് ലൈൻ ആയിട്ടാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് കോംബ് ചെയ്യുന്ന സമയത്ത് 0 ഡിഗ്രി 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് കോംബ് ചെയ്ത് യുവിന്റെ ഡയറക്ഷനിൽ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഈ പ്രൊഫൈൽ സെക്ഷൻ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഹെയർ കൂടുതൽ പോവും. ആ സമയത്താണ് നമുക്ക് യുവിന്റെ ആ ഒരു ആംഗിൾ കിട്ടുന്നത്. അതുപോലെ നമ്മൾ പ്രൊഫൈൽ സെക്ഷനിലെ എല്ലാ ഹെയറും നമ്മൾ വെർട്ടിക്കലായിട്ട് കുറച്ച് ഹെയർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് 0 ഡിഗ്രി പിടിച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇപ്പൊ ഒരു സൈഡിലെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലെ ഹെയറും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് കുറച്ച് എടുത്ത് കട്ട് ചെയ്യും. നമ്മള് പ്രൊഫൈൽ സെക്ഷനിലെ 2 സൈഡിലെ ഹെയറും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുഴുവൻ ഹെയറും യു കട്ട് ചെയ്യുന്നത് നമുക്ക് 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് യുവിന്റെ ഡയറക്ഷനിൽ കൈ പിടിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യുവില് മിക്ക ആൾക്കാരും കട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു സൈഡ് കുറയുമ്പോൾ വീണ്ടും അടുത്ത സൈഡ് ശരിയാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യും. അവസാനം കട്ട് ചെയ്ത് ഹെയർ ഒരുപാട് കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു നമ്മൾ കറക്റ്റ് സെക്ഷൻ എടുത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം ഹെയർ പോവാതെ എന്നാൽ നന്നായിട്ട് ഷേപ്പും വരത്തക്ക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു കട്ട് ചെയ്യാൻ പറ്റും. ഇതും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞതുപോലെ തന്നെ ഡെമ്മിയിൽ ഹെയർ സെക്ഷൻ ഒക്കെ എടുത്ത് പ്രോപ്പർ ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത് നമുക്ക് ലെയർ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ലെയർ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ഒരുപാട് പേര് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലെയർ കട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ പേരും കംപ്ലൈന്റ് പറയുന്നത് അവർക്ക് ഒരുപാട് ഹെയർ കുറഞ്ഞു പോയി എന്നാണ്. അപ്പൊ നമുക്ക് കുറഞ്ഞു പോവാത്ത രീതിയിൽ എന്നാലും നമുക്ക് നല്ല ലെയർ വരുന്ന രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് സെക്ഷൻ എടുത്ത് തന്നെ കട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വർക്ക് ഏരിയ, അതായത് സെക്ഷൻ സെയിം തന്നെയാണ് നേരത്തെ പോലെ, പ്രൊഫൈല്, റേഡിയല്, ഹൊറിസോണ്ടല്, വർക്ക് ഏരിയ. നമുക്ക് വർക്ക് ഏരിയയിലെ ഹെയർ അവർക്ക് എത്രയാണോ ലെങ്ത് കുറയ്ക്കേണ്ടത് ആ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു യു കട്ട് ചെയ്യുക. കാരണം അതിനുശേഷം നമ്മൾ മുകളിലോട്ട് എത്ര ലെയർ കൊടുത്താലും ഈ ലെങ്ത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അവർക്ക് ഒരുപാട് ഹെയർ കുറഞ്ഞു പോകത്തില്ല. അപ്പൊ ആദ്യം വേണ്ടത് വർക്ക് ഏരിയ അവർ പറയുന്ന ലെങ്ത്തിൽ നമ്മൾ ആദ്യം യു കട്ട് ചെയ്യുക. യു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്ട്രൈറ്റ് കട്ട് എടുത്ത് ഗൈഡ് ലൈൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റിലെ ലെഫ്റ്റിലെ ഹെയർ യുവിന്റെ ഡയറക്ഷനിൽ കോംബ് ചെയ്ത് 0 ഡിഗ്രി 1 ഇഞ്ച് ട്രാവൽ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഓൾറെഡി കട്ട് ചെയ്തിരിക്കുവാണ്. അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത നമുക്ക് ഹൊറിസോണ്ടൽ ഭാഗം കട്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ ഭാഗം എത്തുന്ന സമയത്ത് നമുക്ക് എടുക്കുന്ന സെക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇനി നമ്മൾ എടുക്കേണ്ടത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ എടുക്കേണ്ടത്. കാരണം നമ്മുടെ സ്കാൽപ്പിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് കഴിയുമ്പോൾ സമയത്ത് ഒരു ചരിവ് വരുന്നുണ്ട്, പിന്നെ ഒരു ഉന്തൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സ്കാൽപ്പിന്റെ ഷേപ്പ് ഒരുപോലെയുള്ള ഭാഗത്തിനെ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത്രയും ഭാഗമാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരുപോലെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കട്ട് ചെയ്യേണ്ട ഹെയറും നമുക്ക് ഡിഗ്രി വരുന്നത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയാണ് വരുന്നത്. ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹെയർ സ്കാൽപ്പിൽ നിന്ന് വളർന്നു നിൽക്കുന്നതിനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നതാണ് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി. നമുക്ക് നോർമൽ 90 ഡിഗ്രി വരുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. നമുക്ക് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഭാഗത്താണെങ്കിലും ഹെയർ എവിടെ നിന്നാണോ വളർന്നു നിൽക്കുന്നത് ആ ഭാഗത്തിന് നേരെ പിടിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ വരും. തിരിച്ച് ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡയറക്ഷനിലാണ് പിടിക്കുന്നത്. ഇതിനെ ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോകില്ല. ഈ ഒരു ഭാഗത്താവുമ്പോഴത്തേക്കും ഈ ഒരു ഡയറക്ഷന്. ഇനി മുകളിലോട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പിടിക്കും,
യുവിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള ഹെയർ വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പൊ എല്ലാ ഭാഗത്തും നമുക്ക് ഹെയർ വളർന്ന് നിൽക്കുന്നതിനെ നേരെ പിടിക്കുന്നതാണ് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ അടിയിൽ നിന്ന് കുറച്ച് ഗൈഡ് ലൈൻ എടുക്കും. ഗൈഡ് ലൈൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കോംബ് ചെയ്യുക. ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കോംബ് ചെയ്യുന്ന സമയത്ത് കോംബ് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെക്കുന്നത്. കൈ പിടിക്കുന്നതും വെർട്ടിക്കലായിട്ടാണ്. കോംബ് ചെയ്തു, ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ പിടിച്ചു. ഗൈഡ് ലൈൻ ദാ ഇവിടെ കിടപ്പുണ്ട്. കണ്ടല്ലോ, തൊട്ടടുത്ത് താഴെ കിടക്കുന്നതാണ് ഗൈഡ് ലൈന്. പിന്നെ നമ്മൾ കൈ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിലോട്ട് വേണം ഒരു ചരിവ്. ഫ്രണ്ടിലോട്ട് ചരിവ് വരുവാണെങ്കിൽ നമുക്ക് അടിയിലത്തെ ഹെയർ കുറവും മുകളിൽ കൂടിയും വരും. അപ്പൊ നമുക്ക് ലെയർ അത് ഫീൽ ചെയ്യൂല. ഓക്കെ, ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കോംബ് ചെയ്തു. ഇനി താഴോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യും, ലെയർ അറിയാൻ പറ്റും. ഇനി ഇത് നമ്മുടെ ഗൈഡ് ലൈൻ ആയിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഹെയർ കട്ട് ചെയ്യാം. നമുക്ക് എല്ലാ ഹെയറും ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ വേണം കോംബ് ചെയ്യാനായിട്ട്. ഹെയർ ഒരിക്കലും ബാക്കിലോട്ട് കോംബ് ചെയ്ത് കൊണ്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഗൈഡ് ലൈനിൽ വ്യത്യാസം വരും. നമുക്ക് ഈ ഭാഗത്തോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഹെയർ കുറച്ച് കുറവായിരിക്കും. പക്ഷെ റിയൽ ഹെയറിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ കൂടുതലായിരിക്കും. കാരണം ഓൾറെഡി യു കട്ട് ചെയ്ത ഹെയർ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് ഹെയർ കുറവ്. ഇപ്പൊ നമുക്ക് ഒരു സെക്ഷൻ കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഉള്ളു കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ലെയർ കട്ടിന്റെ പ്രത്യേകത ഉള്ളു തോന്നിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും സ്കാൽപ്പിന്റെ ഷേപ്പ് ഈ ഭാഗം മുതൽ ഏതുവരെയാണ് ഒരുപോലെയുള്ളത് ആ ഭാഗം എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ നിന്നും കുറച്ച് ഹെയർ എടുത്ത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി തന്നെ കോംബ് ചെയ്യുക. ഹെയറിൽ വെറ്റായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഗൈഡ് ലൈൻ കിട്ടുള്ളൂ. നമ്മൾ ഓരോ സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഡയറക്ഷൻ നോക്കണം. കാരണം താഴത്തെ ഹെയറിനേക്കാളും കൂടുതലായിട്ട് മുകളിലത്തെ ഹെയർ വരുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കൈ പിടിച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്.
നമുക്ക് ഈ വശത്തും എന്ത് ചെയ്യാം, അതുപോലെ തന്നെ സെക്ഷൻ എടുത്ത് കട്ട് ചെയ്യാം. ഇനി ബാക്കി ഇത്രയും ഹെയറിനെ നമുക്ക് ഒരുമിച്ച് പിടിക്കാം. ഇതിനെ നമുക്ക് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കോംബ് ചെയ്ത് കട്ട് ചെയ്യും. ഈ ഭാഗത്തെ ഹെയർ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ കട്ട് ചെയ്യുക. നമ്മൾ ഹൊറിസോണ്ടൽ ഭാഗത്തെ ഹെയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലെയർ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വേവി ആയിട്ടുള്ള ഹെയറിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ എൻഡ് ഭാഗം കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കും, അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത നമുക്ക് പ്രൊഫൈൽ സെക്ഷൻ കട്ട് ചെയ്യാം. പ്രൊഫൈൽ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെയാണ്, നമ്മൾ സെക്ഷൻ എടുക്കുന്ന സമയത്ത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഈ ഒരു ഭാഗം ഇവിടെ മുതല് ഇതുവരെയാണ് ഒരുപോലെ വരുന്നത്. പിന്നെ സ്കാൽപ്പിന്റെ ഓരോരുത്തരുടെ ഷേപ്പ് അനുസരിച്ചിട്ടിരിക്കും. നിങ്ങൾ ഒരുപോലെ വരുന്ന ഭാഗത്തിന് എന്ത് ചെയ്യുക, സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. പ്രൊഫൈൽ സെക്ഷൻ എത്തുന്ന സമയത്ത് നമുക്ക് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ എടുക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾ സെക്ഷൻ ഡിവൈഡ് ചെയ്തതിന് ശേഷം ബാക്കി ഹെയർ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി ഈ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്താണ് ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നത്. കാരണം ഈ ഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും നേരം നമ്മൾ ഹൊറിസോണ്ടൽ എങ്ങനെയാണോ കട്ട് ചെയ്തത് ആ രീതി അനുസരിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. നമുക്കിനി പ്രൊഫൈൽ സെക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക,
ഹെയറിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് ഹെയർ എടുത്ത് ബാക്കിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രി തന്നെ എന്ത് ചെയ്യും, കോംബ് ചെയ്യും. കോംബ് ചെയ്തു. കട്ട് ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കണം. അതായത് മുകളിലത്തെ ഹെയറിനേക്കാളും കൂടുതലാണോ താഴത്തെ ഹെയർ എന്ന് എപ്പോഴും എല്ലാ സെക്ഷനും കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് ഫ്രണ്ടിലെ ബാക്കി ഹെയർ കൂടി എന്ത് ചെയ്യാം, ഈ ഡയറക്ഷനിൽ തന്നെ കട്ട് ചെയ്യാം. ഇതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് എല്ലാ സെക്ഷനും നമ്മള് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോരുത്തരുടെ സ്കാൽപ്പിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഹെയർ ഡിവൈഡ് ചെയ്ത് ഹെയർ ഗ്രോത്തിന്റെ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യും. അടുത്ത നമുക്ക് ഫെദർ കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാ ഹെയർ കട്ടിന്റെ കൂടെയും ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടാണ് ഫെദർ കട്ട്. പിന്നെ ലോങ് ഹെയർ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും നമുക്ക് പ്രൊഫൈൽ സെക്ഷൻ എടുത്തിട്ട് ഫെദർ കട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഹെയർ ഫെദറിന് വേണ്ട എങ്കിൽ നമുക്ക് ഈ റേഡിയൽ സെക്ഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ അത് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊഫൈലും റേഡിയലും എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പ്രൊഫൈലിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വി പോലെ ആദ്യം ഒരു സെക്ഷൻ എടുക്കണം. എടുത്തതിന് ശേഷം അവർക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് ചോദിക്കുക. അതായത് ഫോർഹെഡ് ആണോ, നോസ് ലെവൽ ആണോ, ലിപ്പാണോ, ചിന്നാണോ, ഷോൾഡർ ആണോ എന്ന്. അവർക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി വേണം വെട്ടാനായിട്ട്. കാരണം ഇല്ല എങ്കിലും മുടി കയറിപ്പോവും. അതിപ്പോ നമ്മൾ ഏത് ഹെയർ കട്ട് ആണെങ്കിലും അവര് പറയുന്ന ലെങ്തിനേക്കാളും 1 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോ നമുക്ക് ചിൻ ലെവൽ കട്ട് ചെയ്യാം. ചിൻ ലെവൽ പ്രോപ്പർ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അളവിലാണ് വരുന്നത്. നമുക്കൊരു 1 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്യുന്നത് നമ്മൾ 0 ഡിഗ്രി കട്ടാണ് ചെയ്യുന്നത്. 0 ഡിഗ്രി സ്ട്രെയിറ്റ് കട്ട്.
ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കി വെക്കാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുത്തതിന് ശേഷം ഇനി ബാക്കി എല്ലാ ഹെയറും നമ്മൾ കട്ട് ചെയ്യുന്നത് 45 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. നോസ് ലെവൽ 45 ഡിഗ്രി. അതിന് നന്നായിട്ട് കോംബ് ചെയ്ത്, പിന്നെ ഹെയറിന്റെ ഡയറക്ഷൻ പിടിക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കണം ഹെയർ വരുന്നത്. അതായത് കുറവിൽ നിന്നും കൂടുതലായിട്ട് വരണം. ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഡയറക്ഷനിൽ, അല്ലാതെ നമ്മൾ ഈ തിരിച്ച് ഡയറക്ഷൻ വെച്ച് കാണാൻ എന്തുണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല. കോംബ് ചെയ്ത് നോസ് ലെവലിൽ പിടിച്ചതിന് ശേഷം കൈ ഈ ഒരു ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ എടുക്കാം. ആ ഹെയർ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നോസ് ലെവലിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ തൊട്ടടുത്തുള്ളതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ഗൈഡ് ലൈന്. നോസ് ലെവൽ തന്നെ പിടിക്കുക. നോസ് ലെവൽ പിടിക്കുമ്പോൾ തന്നെ 45 ഡിഗ്രി ആയിക്കോളും. ദാ നമുക്ക് ഗൈഡ് ലൈൻ ഇവിടെ കിടപ്പുണ്ട്. ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പ്രൊഫൈൽ സെക്ഷനിലെ എല്ലാ ഹെയറും നോസ് ലെവൽ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യാം. കൈ ഹോൾഡ് ചെയ്യുന്ന രീതി മാറിപ്പോകരുത്. ഫെദർ കട്ട് ഫുൾ ഹെയറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷനിൽ തന്നെ മുഴുവൻ ഹെയറും കൊണ്ടുവന്ന് കട്ട് ചെയ്താൽ മതി. അടുത്ത നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഹെയർ കട്ട് ചെയ്യാം. അതിനും നമുക്ക് ജസ്റ്റ് നേരത്തെ എടുത്തതുപോലെ തന്നെ സെക്ഷൻ എടുത്തതിന് ശേഷം നോസ് ലെവൽ 45 ഡിഗ്രി. കൈ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം. നമുക്ക് രണ്ട് സൈഡിലെ ഹെയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ ഹെയർ സ്റ്റൈലും ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് ഇപ്പൊ ഒരു സൈഡ് ഓപ്പ് എടുക്കുന്ന ആൾക്കാണെങ്കിലും ഹെയർ ഈ ഒരു രീതിയിൽ കിടക്കും. ഫ്രണ്ട് പോഷൻ ഇങ്ങനെ കെട്ടുന്ന ഒരാൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ തന്നെ കിടക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയാണോ അവർക്ക് ഹെയർ വേണ്ടത് ആ ഒരു ഹെയറിന്റെ പോർഷൻ മാത്രം എടുത്തുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ഹെയർ കട്ടും നമുക്ക് ഒരു ഡെമ്മിയിൽ കട്ട് ചെയ്ത് നോക്കണം. നോക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് ലൈന് പിടിക്കേണ്ട രീതിയും ആ ഒരു ഡയറക്ഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് ബോബ് കട്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡെമ്മിയിൽ ആദ്യം ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റേഷൻ കട്ട് ചെയ്ത് നോക്കണം. നമുക്ക് 1 ലെങ്ത് കട്ട് ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് യു കട്ടും ലെയറും ഫെദറും ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് 2-3 പ്രാവശ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാനും പറ്റും. ഹെയർ ഒന്ന് ഷോർട്ട് ആവും. ആ സമയത്ത് പിന്നീട് ബോബ് കട്ട് ചെയ്താൽ മതി. ബോബ് കട്ട് ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് 1 ലെങ്ത് കട്ട് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. ബോബ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നെക്ക് ലെവൽ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. കുട്ടികളാവുമ്പോഴത്തേക്കും മേ ബി നെക്ക് ലെവലും ഉണ്ടാവത്തില്ല, ഈ ഒരു പോർഷൻ വരെ ഹെയർ കാണുള്ളൂ. അപ്പം നമുക്ക് 1 ലെങ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈസിയാണ്, കാരണം നമുക്ക് ഒരുമിച്ചൊക്കെ പിടിച്ച് സ്ട്രൈറ്റ് കട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതേസമയം ബോബ് കട്ട് വരുമ്പോഴത്തേക്കും
നമുക്ക് ഒരുമിച്ച് പിടിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു സെക്ഷൻ എടുക്കാതെ കട്ട് ചെയ്യുവാണെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. കാരണം നമുക്ക് ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് ഹെയറിന് ഉള്ളു കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബോബ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് റേഡിയലും പ്രൊഫൈലും ഹൊറിസോണ്ടലും വർക്ക് ഏരിയ എടുക്കുക. അതിനുശേഷം വർക്ക് ഏരിയ നമുക്ക് സെന്ററിൽ നിന്ന് സെക്ഷൻ എടുത്ത് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് ആ ഗൈഡ് ലൈൻ യൂസ് ചെയ്ത് നമുക്ക് വർക്ക് ഏരിയ കംപ്ലീറ്റ് കട്ട് ചെയ്യണം. ഓക്കെ, വർക്ക് ഏരിയ നമുക്ക് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം സെയിം ഗൈഡ് ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഭാഗം കട്ട് ചെയ്യാം. ഹൊറിസോണ്ടൽ കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഫൈലും ഹെയർ ഗ്രോത്തിന്റെ സെയിം ഡയറക്ഷനിൽ കോംബ് ചെയ്ത് 0 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഒന്നും കൂടി എല്ലാ ഹെയർ കട്ടും ചെയ്തതിന് ശേഷം ബോബ് കട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഡെമ്മിയുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് ഡയറക്റ്റ് വന്ന് ഹെയർ കട്ടിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.